അടുത്തത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇക്വേഷനെ കുറിച്ചാണ്, അതായത് ഓയിലർ കോഷി ഇക്വേഷൻ. നമ്മൾ ഒരുപാട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സൊല്യൂഷനൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത് വൈ ഡബിൾ ഡാഷ് എന്നുള്ളതിൻ്റെ കോഎഫിഷ്യന്റ് നമ്മൾ 1 ആക്കിയിട്ടായിരുന്നു സൊല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്തിട്ട് കാണും. ഇനി ഓയിലർ കോഷി ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് x² y ഡബിൾ ഡാഷ് പ്ലസ് ax(y) പ്ലസ് by ഈക്വൽ ടു 0. ഈ ഒരു ഫോമിലുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ ഒരു ടൈപ്പിലുള്ള ഇക്വേഷന്റെ പേരാണ് ഓയിലർ കോഷി ഇക്വേഷൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് y ഈക്വൽ ടു എക്സ് റേസ് ടു എം വേർ എക്സ് എന്താണ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് അസ്യൂം ചെയ്യാം. ലെറ്റ് y ഈക്വൽ ടു എക്സ് റേസ് ടു എം. ഇത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ശ്രമിക്കുന്നത് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഈ ഓയിലർ കോഷി ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് y ഈക്വൽ ടു എക്സ് റേസ് ടു എം എന്നുള്ളത് ഈ ഒരു ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, x² ഇൻറ്റു y എന്താണ് എക്സ് റേസ് ടു എം ആണ്. അപ്പം y ഈക്വൽ ടു എക്സ് റേസ് ടു എം. അപ്പോൾ y ഡാഷ് എന്ത് വരും, y ഡാഷ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1 വരും. y ഡബിൾ ഡാഷ് ഈക്വൽ ടു എന്ത് വരും, എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 2 എന്ന് വരും. അപ്പോൾ ഇവിടെ x² ഇൻറ്റു y ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ ഈ y ഡബിൾ ഡാഷ് എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 2 പ്ലസ് ax ഇൻറ്റു y ഡാഷ്. y ഡാഷ് എന്താണ്, എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1 ആണ്. സോ ax ഇൻറ്റു എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1 പ്ലസ് b ഇൻറ്റു y എക്സ് റേസ് ടു എം ഈക്വൽ ടു 0 എന്നുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെ എക്സ് റേസ് ടു എം മൈനസ് 2 ഉണ്ട് അല്ലെ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എക്സ് റേസ് ടു എം കിട്ടും. അതായത് എക്സ് റേസ് ടു എം മൈനസ് 2 പ്ലസ് 2. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എം കിട്ടും. അതുപോലെ ഇവിടെ എക്സ് ഉണ്ട്, എക്സ് റേസ് ടു എം മൈനസ് 1 ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എക്സ് റേസ് ടു എം മൈനസ് 1 പ്ലസ് 1 എന്ന് വരും. അതായത് എക്സ് റേസ് ടു എം എന്ന് വരും പ്ലസ് ബി ഇൻറ്റു എക്സ് റേസ് ടു എം. അതായത് എക്സ് റേസ് ടു എം എല്ലാ ടേമിലും കോമൺ ആണ്. അപ്പൊ അത് പുറത്തേക്ക് എടുക്കുക. നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ടേമിൽ എം ഇൻറ്റു എം മൈനസ് 1 വരും പ്ലസ് ഇവിടെ എ ഇൻറ്റു എം വരും പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് റേസ് ടു എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ്, അതായത് ഇവിടെ ഒരു m² ഉണ്ട്, എമ്മിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എന്താ വരിക, ഇവിടെ എം ഉണ്ട് അല്ലെ, ഇവിടെ മൈനസ് എം ഉണ്ട്, ഇവിടെ എം ഉണ്ട്, എ ഉണ്ട്. സോ എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 0 അല്ലെങ്കിൽ എന്താണ്, എക്സ് റേസ് ടു എം നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എന്ത് കിട്ടും, m² പ്ലസ് എ മൈനസ് 1 എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്നുള്ളത് ഓക്സിലറി ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്, m² പ്ലസ് ഇവിടെ കോഎഫിഷ്യന്റ് എ ആണ്, പക്ഷെ എന്താണ് ഇവിടെ വരുന്നത് എ മൈനസ് 1 ആണ് പ്ലസ് ബി. അപ്പോൾ നേരത്തെ ഇതിന്റെ മുമ്പുള്ളതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതായിരുന്നത് അല്ലെ, ഡയറക്റ്റ് ആയിട്ട് m², ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഇവിടെ തന്നെ എഴുതും, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഇവിടെ തന്നെ എഴുതും. പക്ഷെ ഇവിടെ ഓക്സിലറി ഇക്വേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, m² പ്ലസ് ഈ എക്ക് വരെ എന്താണ് ഓക്സിലറി ഇക്വേഷനിലേക്ക് വരുമ്പോൾ എ മൈനസ് 1 എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഈ ഒരു ഓയിലർ കോഷി ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ കിട്ടി, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് അല്ലെ, ഇതിന്റെ ഒരു b² മൈനസ് 4ac എന്ന ഡിസ്ക്രിമിനന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 3 ഡിഫറെന്റ് കേസുകൾ കിട്ടും. ഫസ്റ്റ് കേസ് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്സ് അല്ലെ. ഇതിന്റെ റൂട്ട്സുകൾ എന്താണ്, ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ റൂട്ട്സ്, അതായത് m1, m2 എന്നുള്ള റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക, ഒന്ന് നമ്മൾ എടുക്കേണ്ടത് y1 ഈക്വൽ ടു എക്സ് റേസ് ടു m1 ഉം y2 ഈക്വൽ ടു എക്സ് റേസ് ടു m2 ആണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് ജനറൽ സൊല്യൂഷൻ എന്താ വരിക, y ഈക്വൽ ടു c1 എക്സ് റേസ് ടു m1 പ്ലസ് c2 എക്സ് റേസ് ടു m2. ഇതാണ് ഈ ഒരു ഓയിലേഴ്സ് കേസിൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സിന്റെ സൊല്യൂഷൻ വരാം. അപ്പോൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓയിലേഴ്സ് ഇക്വേഷൻ അല്ലാത്ത കേസിൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൽ 3 കേസുകളും പഠിച്ചു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓയിലേഴ്സ് ഇക്വേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഓയിലർ കോഷി ഇക്വേഷൻ ആണ്, ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ
ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ ഓക്സിലറി ഇക്വേഷൻ ആണ് എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 3 കേസിൽ ആദ്യത്തെ കേസ് രണ്ടും റിയൽ റൂട്ട്സ് ആവുമ്പോൾ, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്സ് ആവുമ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്താണ്? y ഈക്വൽ ടു c1 എക്സ് റേസ് ടു m1 പ്ലസ് c2 എക്സ് റേസ് ടു m2 ആണ്. ഇനി ഡബിൾ റൂട്ട്, അതായത് രണ്ട് m1 ആൻഡ് m2 രണ്ടും ഈക്വൽ ആണ്, m എന്നുള്ളതാണ്. അങ്ങനെ ഡബിൾ റൂട്ട് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ് നമുക്ക് കിട്ടുക? y1 ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് എ ബൈ 2 എന്നുള്ളതാണ്. y1 ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് എ ബൈ 2. ഇതെങ്ങനെയാ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഡബിൾ റൂട്ട് ആണെങ്കിൽ എന്താ വരിക? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ബി എന്ന് പറയുന്നത് എ മൈനസ് 1 ആണ്. സോ എ മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/4 ഇൻറ്റു 1 മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഒരു ഗിവൺ ഓക്സിലറി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഗിവൺ ഓക്സിലറി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും? എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 എം പ്ലസ് 1/4 ഇൻറ്റു 1 മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതെന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. വേർ എ എന്താണ്? എം ആണ്. ബി എന്താണ്? 1/2 ഇൻറ്റു 1 മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 2ab എന്നുള്ള ടേം നിങ്ങൾ നോക്കിക്കോളൂ അല്ലേ, മൈനസ് ആണ്. അപ്പോൾ മൈനസ് അല്ലെ എ സ്ക്വയർ മൈനസ് എന്താ വരിക? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതല്ലേ വരിക. അതിൽ എ സ്ക്വയർ എന്താണ്? ഇവിടെ എ എന്താണ്? എം ആണ്. അപ്പോൾ എം സ്ക്വയർ വരും. ബി സ്ക്വയർ എന്താണ്? 1/4 1 മൈനസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ഇൻറ്റു 1 മൈനസ് എ എന്നുള്ളത് വരും. അപ്പോൾ ഇനി 2 ഇൻറ്റു മൈനസ് ഉണ്ട്, ആ ഒരു മൈനസും ഇവിടെ 1 മൈനസ് എ ആണ്. അത് ഇവിടെ വന്നപ്പോൾ എന്തായി? ആ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. നമുക്ക് എ മൈനസ് 1 എന്ന് എഴുതാം. 1/4 ഉണ്ട്. അപ്പോൾ 2ab എന്നുള്ളത് എന്താണ്? ആ ഒരു 2 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എം മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എം എന്താണെന്ന് കിട്ടും? ഇത് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് എം ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ? ഫസ്റ്റ് സൊല്യൂഷൻ y1 ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് എ ബൈ 2 എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ കാണണം. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സൊല്യൂഷൻ കാണാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ. എങ്ങനെയായിരുന്നു അത്? y1 എന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്കറിയാം. അപ്പോൾ y2 എന്നുള്ളത് u ഇൻറ്റു y1 ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം. എന്നിട്ട് ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഓയിലർ കോഷി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? y2 ഈക്വൽ ടു ഇതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലേ, ഇതാണ് നമ്മൾ u ഇൻറ്റു y1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. ഇതിൽ നിന്ന് y2 ഡബിൾ ഡാഷ് എന്താണെന്നുള്ളത് കാണാം. ഈ ഒരു സാധനത്തിൽ നിന്ന് y1 ഡാഷും y2 ഡാഷ് ആൻഡ് y2 ഡബിൾ ഡാഷ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആ y2 ഡബിൾ ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y1 ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? u ഡാഷ് ഇൻറ്റു y1 പ്ലസ് u ഇൻറ്റു y1 ഡാഷ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u ഡബിൾ ഡാഷ് y1 പ്ലസ് 2u ഡാഷ് y1 ഡാഷ് പ്ലസ് u y1 ഡബിൾ ഡാഷ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുക. അപ്പോൾ നമുക്ക് അതിൽ u എന്നുള്ള ടേം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്ത് വരും? എക്സ് സ്ക്വയർ y1 ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് y1 ഡാഷ് പ്ലസ് ബി y1 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ടേം കിട്ടും. ഇതെന്താണ്? നമ്മുടെ ഓയിലർ കോഷി ഇക്വേഷനിൽ തന്നെ y എന്നുള്ളതിന് പകരം y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. പക്ഷെ y1 എന്താണ്? ഒരു സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എന്താണ്? അത് ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. അപ്പൊ ഈ ഒരു ടേം u എന്നുള്ള ഈ ഒരു ടേം നമുക്ക് എന്താവും? 0, ഈ ഒരു ടേം 0 ആയിട്ട് മാറും. എന്നിട്ട് ബാക്കി റിമൈനിങ്ങിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? y1 ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് എ ബൈ 2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്നുള്ള രീതിയിൽ കിട്ടും. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? u ഈക്വൽ ടു ln x എന്ന് കിട്ടും. അതായത് y2 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? y1 ഇൻറ്റു ln x എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താ വരിക? y ഈക്വൽ ടു c1 പ്ലസ് c2 ln x ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് എ ബൈ 2 എന്നുള്ളതാണ് നമ്മളുടെ ജനറൽ കേസ് ആയിട്ട് വരിക. ഏത് കേസിലാണ്? ഡബിൾ റൂട്ട് വരുമ്പോൾ. അപ്പോൾ സിംഗിൾ റൂട്ട് വരുമ്പോൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഡബിൾ റൂട്ട് ആവുമ്പോൾ c1 പ്ലസ് c2 ln x ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് എ ബൈ 2 ആണ്. അപ്പോൾ ഈ ഫോർമുല കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് വെക്കുക. ഇനി കോംപ്ലക്സ് റൂട്ട്സ് വരുമ്പോൾ അല്ലേ,
കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോംപ്ലക്സ് റൂട്ട്സ് ആണ് y ഈക്വൽ ടു എക്സ് റൈസ് ടു മ്യൂ എ കോസ് വി എൽ എൻ എക്സ് പ്ലസ് ബി സൈൻ വി എൽ എൻ എക്സ് എന്നാണ് വരിക. ഇവിടെ എന്താണ് എമ്മും മ്യൂവും വി ഒക്കെ? നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് M1 ആൻഡ് M2 എന്നുള്ള രണ്ട് റൂട്ട്സ് കിട്ടും. M1 എന്താണ്? M പ്ലസ് ഐ വി, സോറി മ്യൂ പ്ലസ് ഐ വി, M2 ഈക്വൽ ടു മ്യൂ മൈനസ് ഐ വി എന്നാണ്. അപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ y ഈക്വൽ ടു എന്താ വരിക? ഇതിലെ ഫസ്റ്റ് ടേം എക്സ് റൈസ് ടു മ്യൂ ഇൻറ്റു എ കോസ് വി എൽ എൻ എക്സ്, വി ഇൻറ്റു എൽ എൻ എക്സ് പ്ലസ് ബി സൈൻ വി ഇൻറ്റു എൽ എൻ എക്സ് എന്നുള്ളതാണ് കോംപ്ലക്സ് റൂട്ട്സിൽ ഓയിലർ കോഷി ഇക്വേഷനിലെ സൊല്യൂഷൻ ആയിട്ട് വരിക. അപ്പൊ ഈ മൂന്ന് സൊല്യൂഷന്റെ ഫോമും ഓർത്ത് വെക്കുക. ഡിഫറെന്റ് റൂട്ട്സ് ആണെങ്കിൽ എങ്ങനെയാണ്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരിക, ഡബിൾ റൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരിക, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരിക. ഇനി അതിനൊരു എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഡബിൾ ഡാഷ് മൈനസ് 2.5 എക്സ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക? എം സ്ക്വയർ മൈനസ് 3.5 എം. പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാ 3.5 കിട്ടിയത്? ഓൾറെഡി ഇവിടെ എന്താണുള്ളത്? മൈനസ് 2.5. ഇതാണ് നമ്മുടെ എ മൈനസ് 1 ഇൻറ്റു എന്നാ വരിക. അപ്പൊ മൈനസ് 2.1 മൈനസ് 1, അതായത് മൈനസ് 3.5 എം മൈനസ് 2 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ M1 ഈക്വൽ ടു മൈനസ് 0.5ഉം M2 ഈക്വൽ ടു 4ഉം കിട്ടും. അപ്പോൾ y1 എന്ത് കിട്ടും? എക്സ് റേസ് ടു അല്ലെ M1, അതായത് എക്സ് റേസ് ടു മൈനസ് 0.5 എന്ന് കിട്ടും, അതായത് 1/√x. y2 എന്നുള്ളത് എക്സ് റേസ് ടു 4ഉം കിട്ടും. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്താ വരിക? C1 ഇൻറ്റു y1, അതായത് C1/√x പ്ലസ് C2 ഇൻറ്റു എക്സ് റേസ് ടു 4 എന്നുള്ളതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ വരിക. ഇനി അടുത്തൊരു എക്സാമ്പിൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3xy ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് കിട്ടുക എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 എന്നാണ്. ഇവിടെ a ഈക്വൽ ടു മൈനസ് 3 ആണ്. സോ മൈനസ് 3 മൈനസ് 1 എന്നുള്ളത് മൈനസ് 4 ആയിട്ട് വരും. സോ ഇത് എങ്ങനെ നമുക്ക് എഴുതാം? എം മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് വരാം. എം ഈക്വൽ ടു 2 എന്നുള്ള ഡബിൾ റൂട്ട് ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? C1 പ്ലസ് C2 ln x ഇൻറ്റു എക്സ് സ്ക്വയർ എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഇനി അതുപോലെ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ. നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 7xy ഡാഷ് പ്ലസ് 13y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ എം സ്ക്വയർ ഇവിടെ എന്താ വരിക? 7 മൈനസ് 1, ദാറ്റ് ഈസ് 6m പ്ലസ് 13 എന്ന് വരും. എം ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 2y എന്ന് വരും. അപ്പോൾ അവിടെ സൊല്യൂഷൻ അതിന്റെ ജനറൽ സൊല്യൂഷൻ വരിക എക്സ് റേസ് ടു മൈനസ് 3 പ്ലസ് എ കോസ് 2 ln x പ്ലസ് ബി സൈൻ 2 ln x എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ ഇതിന്റെ ഫൈൻഡ് റിയൽ ജനറൽ സൊല്യൂഷൻ, ഈ ഒരു ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. ഇതിൽ ചിലതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് തന്നത്, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ അത് ഈ ഒരു കേസിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കുക. അതുപോലെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരിക? ജനറൽ സൊല്യൂഷൻ കാണാം, ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഇവിടുത്തെ ഈ എ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ C1 C2 എന്നുള്ള കോൺസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക.